കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് അനുഭവിച്ച കുറച്ച് പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവൾ ചെയ്യുന്ന പ്രതികാരം എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഇതൊരു തമിഴ് ഷോർട്ട് ഫിലിമാണ്. കഥയിലേക്ക് കടക്കാം. ഇവിടെ തുടക്കം മരുമോളാണെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അമ്മായിയമ്മയും അമ്മായിച്ചനും കൂടി വരുന്നത്. പെട്ടെന്ന് സൗണ്ട് കേട്ട് അവൾ ഓടി വന്ന് അമ്മായിയമ്മയും അമ്മായിച്ചനെയും കൂടി അകത്തേക്ക് കയറ്റുകയാണ്. അകത്തോട്ട് കയറ്റുമ്പോൾ അവർ ചോദിക്കുന്നു, എന്ത് പറ്റി നിനക്ക്, ഇവിടെ എന്താ പുകയെന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയായിരുന്നു, അതുകൊണ്ട് ആ പുക വന്നതെന്ന് അവൾ പറയുകയാണ്. അമ്മായിയമ്മയും അമ്മായിച്ചനും അവളോട് ഒരു സ്നേഹവുമില്ല, അവളോട് വെറുപ്പോടെയാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. എൻ്റെ മോൻ എന്ത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയാണ്, ഭർത്താവ് ഇപ്പോൾ ജോലിക്ക് പോയേക്കുവാണ്, കുറച്ച് കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അമ്മായിയമ്മ പറയാണ്, നിൻ്റെ ഈ സ്വഭാവം കാരണമാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം എന്നൊക്കെ പറഞ്ഞ് അവളെ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. അതിനുശേഷം കഴിക്കാനായിട്ട് മരുമോളാണെങ്കിൽ അമ്മായിയമ്മയും അമ്മായിച്ചനെയും കൂടെ വിളിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്ത് പ്രതീക്ഷിക്കാതെ ഒരുപാട് പലഹാരങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ അവരാണ് ഞെട്ടിപ്പോക്കുകയാണ്. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അതുകൊണ്ടാണ് ഇവർ വന്നിരുന്നത്. അച്ഛൻ ചോദിക്കുകയാണ്, നിനക്ക് സുഖമാണോ എന്ന്. എനിക്ക് സുഖമാണ് അച്ഛ, അദ്ദേഹം എന്നെ റാണിയെപ്പോലെയാണ് നോക്കുന്നത്. ഇപ്പോഴാണോ നിനക്ക് അമ്മായിയമ്മയും അമ്മായിച്ചനോടുള്ള സ്നേഹം തോന്നിയത്? അതൊന്നുമല്ല അമ്മേ, ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അച്ഛനും ട്രീറ്റ് ഒഴുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നല്ല ഭക്ഷണങ്ങൾ തരണമെന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതെന്ന് പറയാണ്. ഈ മാസം ഓഗസ്റ്റ് ആണല്ലോ, ഒരു വർഷം കടന്നു പോയത് ഞാനാണെങ്കിൽ ഓർക്കുന്നത് പോലുമില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ മോൾ പറയാണ്, എനിക്കിതൊന്നും മറക്കുവാനായി കഴിയില്ല, ഓരോ ദിവസവും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇതുപോലെയൊക്കെയാണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹത്തോടെയാണ് നോക്കിയെന്നാണ് അവൾ പറയുന്നത്. അമ്മ പറയാണ്, നീ അവസാനം എൻ്റെ മകൻ പറയുന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയല്ലോ, അത് തന്നെ വലിയ കാര്യം. പറഞ്ഞു നിൽക്കാതെ ഇതെല്ലാം കഴിക്കാനായി പറയാണ്. മോൾ എന്താ കഴിക്കാത്തത്? ഞാൻ പിന്നെ കഴിച്ചുകൊള്ളാം, നിങ്ങൾ കഴിച്ചുകൊള്ളൂ എന്ന് പറയാണ്. ഇത്രയും ഫുഡ് നീ എങ്ങനെ ഉണ്ടാക്കി? എൻ്റെ അച്ഛനോടും അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ എന്നൊക്കെ അവൾ പറയുന്നു. അമ്മായിമ്മ പറയാണ്, ഇവൾ ഇതെല്ലാം കടയിൽ നിന്ന് മേടിച്ചതായിരിക്കും, അല്ലാതെ ഇവൾ ഇതൊക്കെ ഉണ്ടാക്കുമോ? അവൾ പറയുന്നു, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ, ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കണം, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോവുകയാണ്. മരുമോൾ ഉണ്ടാക്കിയ ഇത്രയും നല്ല പലഹാരം ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആർത്തിയോടെ ഫുഡ് വാരി വലിച്ച് കഴിക്കുകയാണ്. അവളെന്താ ഇത്ര വലിയ സ്നേഹം, ഇത്രയും നാൾ നമ്മളോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇവൾക്ക് എന്ത് പറ്റി? അവൾ വറുത്തുകൊണ്ട് വന്ന ഫുഡാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനും കൊടുക്കുകയാണ്. ഈ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കൂ, നല്ലതാണെന്ന് പറയുന്നു. അവർ രണ്ടുപേരും ആ ഫുഡ് കഴിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ ഒരു സ്വഭാവം മാറിയതുപോലെയായി. അവൾ ആ കസാരയിൽ ഇരിക്കുന്നു. അവളെ ഈ ഫുഡെല്ലാം നീ തന്നെ ഉണ്ടാക്കിയതാണോ, അതോ വേലക്കാരിയെ വല്ലതും വെച്ചോ? ഇല്ല അമ്മ, ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാ നല്ലത്, ഞങ്ങളുടെ വീട്ടിലൊന്നും ആരെയും വേലക്കാരിയാക്കി വെക്കില്ല, ഞങ്ങൾ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കുന്ന ഇഷ്ടം, അതുപോലെ തന്നെ നീയും അതുപോലെ തന്നെ ജോലി ചെയ്യണം. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറിയാലേ ഐശ്വര്യം ഉണ്ടാവുകയുള്ളെന്ന് അമ്മ അവളോട് പറയുന്നു. അവർ ഫുഡ് കഴിച്ചിട്ട് പറയുകയാണ്, എന്ത് നല്ല ടേസ്റ്റാ, ഇത്രയും ടേസ്റ്റുള്ള നല്ല ഫുഡ് നീ ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതില്ല, ഒരുപാട് നല്ല ഫുഡാണെന്നൊക്കെ അവളെ അഭിനന്ദിക്കുകയാണ്. ആദ്യമായിട്ട് അവരുടെ വായിൽ നിന്ന് നല്ല വാക്ക് കേട്ട സന്തോഷത്തിൽ അവളാണെങ്കിൽ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയാ പറയുന്നത്, അമ്മ പറഞ്ഞതുപോലെ നല്ലൊരു മരുമോളായി നല്ല ഫുഡും ഉണ്ടാക്കി ഈ സൊസൈറ്റിക്ക് വേണ്ടതുപോലത്തെ ജീവിതവും നയിച്ച് നല്ലൊരു അമ്മയുമായി ഞാൻ ജീവിച്ചു. ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു, എൻ്റെ സിനിമാ ലോകം പോലും ഞാൻ വേണ്ടെന്ന് വെച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ടു. അയാൾ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ ഈ ജീവിതം അടുത്തു, ഇനി ഞാൻ മരിച്ചാൽ മതി എന്ന് പോലും ഞാൻ തീരുമാനിച്ചിരുന്നു. മരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഞാൻ എന്തിനാ മരിക്കുന്നത്, എന്നെ കഷ്ടപ്പെടുത്തി എൻ്റെ ഭർത്താവിനെ ഞാൻ കൊന്നേക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ കഴിച്ച ആ ഫുഡ് കണ്ടോ, അത് എത്രയും ടേസ്റ്റാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ഭർത്താവിനെ കൊന്ന് ഞാൻ കറി വെച്ച് നിങ്ങൾക്ക് തന്നാന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ ജീവിതം നശിപ്പിച്ചു, നിങ്ങളിപ്പോൾ കഴിക്കുന്നത് ചിക്കൻ അല്ല അശോകാണെന്ന് അവൾ പറയുകയാണ്. ഇത് കേട്ട അമ്മയ്ക്കും അച്ഛനും ഛർദ്ദിക്കാൻ പോലും വരികയാണ്. അവൾക്ക് ഓർമ്മ കൊടുക്കാനായിട്ട് അച്ഛൻ എഴുന്നേക്കാൻ നോക്കിയിട്ട് പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല. അവൾ പറയാണ്, നിങ്ങളിനി കുറച്ചു നേരത്തേക്ക് ജീവിച്ചിരിക്കുള്ളൂ, നിങ്ങൾക്കുള്ള വിഷമാണ് ഞാൻ ആ ഫുഡിൽ കലക്കി തന്നതെന്ന് പറയാണ്. നിങ്ങളുടെ മകനെ ഇങ്ങനെ വളർത്തിയനല്ല ഞാൻ നിങ്ങളെ കൊല്ലുന്നത്, നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ? മകന്റെ ഭാര്യ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുക, ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ നോക്കുക, തൊടുവാനായി ശ്രമിക്കുക,
പിന്നെ നിങ്ങളൊരു അമ്മയാണോ? ഒരു പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്നുണ്ടോ? അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ഒരു പാട്ട് പാടുന്നു. അതിനുശേഷം അവരെ താഴോട്ടിടുകയാണ്. അപ്പോൾ അവിടെ കോളിംഗ് ബെൽ അടിക്കുന്നു. അവൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. അത് അവളുടെ അച്ഛനും അമ്മയുമായിരുന്നു. നിങ്ങൾ ഇത്രയും നേരത്തെ വന്നോ? ഇവിടെ അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഞാൻ വന്നതാ. മരുമകൻ എന്തിയേ? അവൻ ജോലിക്ക് പോയേക്കുവല്ലേ, വരുവാനായി ഇച്ചിരി താമസിക്കും. അമ്മായിയച്ഛനും അമ്മായിയമ്മയും വന്നോ? അവര് വന്നിട്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവര് രണ്ടുപേരെയും സ്വീകരിക്കുകയാണ്. അങ്ങനെ ഈ ഷോർട്ട് ഫിലിം അവസാനിക്കുകയാണ്. നിങ്ങൾ പറയൂ, അവൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.